ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ചധികം ബുക്സിൻ്റെ ഒരു റിവ്യൂ ആണ്. കുറച്ച് ബുക്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്നെ പരിചയമില്ലെങ്കിൽ എൻ്റെ പേര് ദിവ്യ എന്നാണ്. ഞാനിവിടെ യൂഷ്വലി ബുക്ക് റിവ്യൂസും എഴുത്ത് റിലേറ്റഡ് കണ്ടൻറ്റുമാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മൊത്തം 6 ബുക്കുണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്. ഒരു 200 രൂപയ്ക്കകത്ത് വില വരുന്ന, മിക്കവാറും എല്ലാം പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളുമാണ്. ആദ്യത്തേത് അമാനയുടെ ഫാമിലി ട്രിപ്പാണ്. അമാന ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അപ്പം അമാനയുടെ ആദ്യകാല പുസ്തകങ്ങളൊന്ന് നല്ല നിലയ്ക്ക് അത്യാവശ്യം വായിച്ചിരിക്കാൻ സുഖമുള്ളൊരു പുസ്തകമാണ്. വലിയ കുഴപ്പമില്ല. എഴുത്തൊക്കെ ഇനി ഒത്തിരി മെച്ചപ്പെടാനൊക്കെ ഉണ്ട്. എന്നാലും യാത്രകളെ കുറിച്ചിട്ട് ഒരു ന്യൂ ആയിട്ടുള്ള എഴുത്തുകാരൻ അധികം പുസ്തകം ആൾക്കാരങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചുമാണ്. വളരെ രസമുള്ളൊരു വായനയാണ്. കുടുംബവുമായിട്ട് യാത്രകൾ, കോവിഡ് സമയത്തിന് ശേഷമായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി മോട്ടിവേഷനൊക്കെ വന്ന് അങ്ങനെ ചെയ്ത കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് ആണ്. 180 രൂപയാണ്. യാത്രാ വിവരണം കാറ്റഗറിയാണ്. അടുത്തത് ജസീന മുജീബിന്റെ മിന്നാമിന്നി കൂട്ടം എന്ന് പറയുന്ന പുസ്തകമാണ്. മെമ്മോയർ, അനുഭവമില്ലേ, ഓർമ്മക്കുറിപ്പുകൾ, അങ്ങനത്തെ കാറ്റഗറിയാണ്. പരിധി പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 180 രൂപയാണ് ഇതിന്റെ MRP. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ജസീന മുജീബ് എന്ന് പറഞ്ഞ ഓതർ പുള്ളിക്കാരത്തിയുടെ അവരുടെ ലൈഫിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിരിക്കുന്നതാണ്. പുസ്തകവും ഈ പറഞ്ഞ മാതിരി പുതിയ എഴുത്തുകാരിയുടെ പുസ്തകം എന്ന നിലയിൽ ഓക്കെയാണ് വായിച്ചിരിക്കാൻ. എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, ഇവർ ഒരു പ്രവാസി മലയാളിയാണ്. അപ്പോൾ ഇവരുടെ ജീവിതം, ഇവർ ചെയ്ത യാത്രകൾ, ഇവരുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ, ഒരു മുതിർന്ന എഴുത്തുകാരിയാണ്, പുതിയ എഴുത്തുകാരിയാണെങ്കിലും അങ്ങനെ ഇരിക്കെ ഇവരൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറേജിയസ് ആയിട്ടുള്ള എഴുത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ എഴുത്തിൽ പറഞ്ഞ മാതിരി ഇനി ഒത്തിരി മെച്ചപ്പെടാനൊക്കെ ഉണ്ടെന്നിരിക്കലും ആ രീതിയിൽ അതൊരു നല്ല ബ്രേവ് അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തത് ഭീകരാക്രമണം എന്ന് പറഞ്ഞിട്ടൊരു കഥകളുടെ പുസ്തകമാണ്. എഴുതിയിരിക്കുന്നത് ലെസ്ലി ആന്റണിയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, എഴുത്തുകാരൻ ഈ പറഞ്ഞ മാതിരി സീനിയർ ആയിട്ടുള്ള ഒരു ഓതറാണ്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്നതിൻ്റെതായിട്ടുള്ള ഒരു പുതിയ എഴുത്തുകാരുടെ എഴുത്തിൻ്റെ ശൈലിയല്ല, എഴുത്തിൻ്റെ ശൈലിക്ക് വ്യത്യാസമുണ്ട്. കഥകളാണ്. ഇതും ഈ പറഞ്ഞ പോലെ 130 രൂപയുള്ളതിൻ്റെ വില. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ള പുസ്തകമാണ്. തുമ്പപ്പൂ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം കഥകളാണ്. കഥകൾ ഒരു ട്രിക്കി ആയിട്ടുള്ള കഥകളാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുറച്ച് വായിച്ചിട്ട് ചിന്തിക്കാനൊക്കെയുള്ള കഥകളാണ്. അപ്പോൾ എനിക്ക് വായിച്ചിട്ട് കുഴപ്പം തോന്നിയില്ല, ഓക്കെയാണ്. ഇനിയുള്ളത് ഒരു മെമ്മോയർ കാറ്റഗറി വരുന്ന പുസ്തകമാണ്. അഭിലാഷ് പുഴക്കാട്ടിരിയുടെ തനിച്ചൽ ഒരിക്കലും എന്ന് പറഞ്ഞ പുസ്തകമാണ്. പ്രാവതയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 150 രൂപയെ വിലയുള്ളൂ. അത് ഈ പറഞ്ഞ മാതിരി ജീവിച്ച ചെറിയ ജീവിതത്തിൽ കൊച്ചു അനുഭവങ്ങളാണ്. പുതിയ എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. ഭാഷയും എഴുത്തും ഇനിയും ഒത്തിരി മെച്ചപ്പെടുത്താനൊക്കെ ഉണ്ടെന്നിരിക്കലും ആദ്യമായിട്ടൊക്കെ എഴുതുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് നമുക്ക് പ്രോത്സാഹിപ്പിക്കാനെന്ന വണ്ണം അവരെയൊക്കെ വായിക്കാവുന്നതാണ്. അടുത്തത് ഒരു ചെറിയ നോവലാണ്. 100 രൂപയെ വിലയുള്ളൂ. എന്ന് നിന്റെ മാത്രം ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് നന്ദൻ എന്ന് പറയുന്ന ഒരു ഓതറിൻ്റെ ആദ്യ പുസ്തകമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പറഞ്ഞ മാതിരി കുറച്ച് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള കഥ, അതായത് യക്ഷിയും ഗന്ധർവനും ഒക്കെ ഉള്ളൊരു കഥ, അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആണെന്നുള്ളൊരു വ്യത്യാസം ഇതിലുള്ളൂ. കവറൊക്കെ അത്യാവശ്യം വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു കവറാണ്. പുതിയ കാല എഴുത്തിലേക്ക് വെക്കാവുന്ന ഒരു പെരിഫറൽ റീഡാണ്. ഭയങ്കര ഡെപ്തുള്ള വായനയല്ല, പെരിഫറൽ റീഡാണ്. എന്നാലും ആദ്യകാല എഴുത്തെന്ന നിലയിൽ വലിയ വാക്യഘടനയിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത എഴുത്താണ്. ഇനി മെച്ചപ്പെടാൻ ഒത്തിരി ഉണ്ടെന്നിരിക്കലും. ഇനിയുള്ളത് ഗോകുൽ ജയരാജൻ്റെ കൊക്കരക്കോ എന്ന് പറയുന്ന കുട്ടികൾക്ക് വായിക്കാനുള്ള ടൈപ്പ് ഒരു പുസ്തകമാണ്. മുതിർന്നവർക്കും വായിക്കാം. ഇത് ഡാർക്ക് ഡോട്ട് എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 165 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ കവറും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു നാട്ടും പ്രദേശത്തിൻ്റെയും ആളുകളും ഒക്കെ ഉള്ളൊരു കവറാണ്. ഈ പുസ്തകത്തിലും എനിക്ക് തോന്നിയ കാര്യം, ഇതുപോലെ ആദ്യകാല എഴുത്തെന്നുള്ള നിലയിൽ ഓക്കെയാണ്. എന്നാലും ഇത്രയും പറഞ്ഞ പുസ്തകങ്ങളിൽ കുറച്ചും കൂടെ കറക്ഷൻ ആവശ്യമുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻ എ പബ്ലിഷർ പോയിന്റ് ഓഫ് വ്യൂ കുറച്ചും കൂടെ ഫോർമാറ്റിങ്ങും ബാക്കി സ്പെല്ലിംഗ് മിസ്റ്റേക്സിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കറക്ഷൻ വേണം തോന്നി. ഇത്രയും ഞാൻ പറഞ്ഞ പുസ്തകങ്ങളിലൊന്നും വലിയ പ്രശ്നം അതില്ലായിരുന്നു. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് കുറച്ചും കൂടെ ഒരു റൗണ്ടും കൂടെ എഡിറ്റിംഗ്, പ്രൂഫ് റീഡിങ്ങിലൊക്കെ വിടാമായിരുന്നുവെന്ന് എനിക്ക് തോന്നി. അത് പബ്ലിഷറിനുള്ളതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അക്ഷരത്തെറ്റുകൾ മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു പുസ്തകത്തിൽ ഒരു 10-20 അധ്യായമൊക്കെ കാണത്തില്ല. ഇതിനകത്ത് 36 അധ്യായങ്ങളുണ്ട്. അപ്പോൾ ഈ 36 അധ്യായങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യകാല എഴുത്തെന്നുള്ള നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന എഴുത്താണ്. എഴുത്തിൽ ഒത്തിരി മെച്ചപ്പെടാനുണ്ട്. എല്ലാ എഴുത്തുകളും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇതിൽ ഈ പറയുന്ന ഈ 4 പുസ്തകങ്ങളും യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ്. ഈ പറയുന്ന പോലെ യങ് ആയിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകമാണ്. പിന്നെയുള്ളത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരുടെ പുസ്തകമാണ്. പിന്നെയുള്ളത് മിന്നാമിന്നി കൂട്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും പുസ്തകങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക.
കുറച്ചധികം പുസ്തകങ്ങൾ ഒന്നിച്ചെടുത്തുകൊണ്ട് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിനെ കുറിച്ച് മാത്രം റിവ്യൂ ചെയ്യാൻ മാത്രം ചിലപ്പോൾ അത്രമാത്രം കണ്ടന്റ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പലതും പെരിഫറൽ റീഡായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമ്മളതിനെ ഇന്ന് കണ്ടുപിടിച്ച് പറയാൻ നോക്കിയാലും 5 മിനിറ്റ് പോലും നമുക്ക് സംസാരിക്കാൻ ഉണ്ടാവില്ല. അപ്പം ഒരു യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു 7 മിനിറ്റെങ്കിലും വേണമല്ലോ, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് കൂടിയാണ് ഒന്നിച്ചെടുത്തിട്ട് വന്നത്. പിന്നെ നിങ്ങൾ വായിക്കാൻ തന്ന സജഷൻസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ആ ലിസ്റ്റിൽ. ബാക്കിയുള്ളത് വായിച്ചിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ എല്ലാ സജഷൻസിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പുതിയ എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകളോ സജഷൻസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.